ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. കമ്പ്യൂട്ടർ സയൻസ് ഒരു ഫ്രഷർ ആണ് നിങ്ങൾ എങ്കിൽ, 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങൾ എങ്കിൽ, നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് നോളജൊക്കെ ഉണ്ട് എങ്കിൽ, ടെക്നോ പാർക്കിലെ മികച്ച ഒരു സ്ഥാപനം, നല്ലൊരു ഓപ്പർച്യൂണിറ്റി, 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആയുള്ള അവസരം. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം എന്ന് പ്രത്യേകമായി നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു അവസരം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ ഈ പറയുന്ന അവസരം ടെക്നോ പാർക്ക് തിരുവനന്തപുരം ഫേസ് 1 തന്നെയുള്ള റീസെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അവർ ഡെവലപ്മെൻറ്റിൽ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ വർഷങ്ങളായി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവർക്ക് ഫ്രഷേഴ്സിനെയാണ് ആവശ്യമുള്ളത്. എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. നിങ്ങൾ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഫ്രഷേഴ്സ് ആണെങ്കിലും അവർ ഡിമാൻഡ് ചെയ്യുന്ന കുറേയധികം ടെക്നോളജീസിലുള്ള നോളജ് നമുക്ക് വേണം. അപ്പം ഇതിനകത്ത് അവർ ഡെസിഗ്നേഷൻ പറഞ്ഞിരിക്കുന്നത് റിയാക്ട് JS ഡെവലപ്പേഴ്സിനെയാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ റിയാക്ട് JS ഡെവലപ്പേഴ്സിന് വേണ്ടിയുള്ള അവസരമാണ്. പക്ഷേ കുറേയധികം ടെക്നോളജികൾ, അതിലുള്ള നോളജ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇവർ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി, അതല്ലെങ്കിൽ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിലും അവർ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഈ ടെക്നോളജികളിലുള്ള നോളജാണ് വേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളൂ നിങ്ങൾക്കെങ്കിലും അപ്ലൈ ചെയ്യാം. ഈവൻ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിലും ടെക്നോളജീസിൽ നോളജ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് ആദ്യം അവർ ആവശ്യപ്പെട്ടേക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ ക്രോസ് പ്ലാറ്റ്ഫോം ആപ്പ് ഡെവലപ്മെൻറ്റിലുള്ള കേപ്പബിലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോംസിലും iOS പ്ലാറ്റ്ഫോംസിലും ഒക്കെ ആപ്പ് ഡെവലപ്മെൻറ്റിൽ നിങ്ങൾക്കൊരു നോളജ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇനിയുള്ള കാലത്ത് മിക്കവാറും കമ്പനികൾ, പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റ് കമ്പനികളെല്ലാം ആവശ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ ക്രോസ് പ്ലാറ്റ്ഫോം കോമ്പാറ്റിബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡിലും iOSലും വിൻഡോസ് പ്ലാറ്റ്ഫോമിലും ബേസിക് ലിനക്സ് പ്ലാറ്റ്ഫോമിലും ഒക്കെ വർക്ക് ചെയ്യാനായിട്ടുള്ള എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ആപ്പ് ഡെവലപ്മെൻറ്റിൽ iOS ആൻഡ് ആൻഡ്രോയിഡിൽ നിങ്ങൾക്കൊരു കേപ്പബിലിറ്റി ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ ഈ റിക്വയർമെൻറ്റ് അവരത് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ റിയാക്ട് നേറ്റീവിൽ ഉള്ള ഒരു അറിവ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് പോലെയുള്ള കാര്യങ്ങളിൽ ഉള്ള സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ടെസ്റ്റിംഗ് ഫ്രെയിം വർക്ക്സിൽ, റിയാക്ട് നേറ്റീവ്, ജസ്റ്റ് ഇതിലേതെങ്കിലുമൊക്കെ ടെസ്റ്റിംഗ് ഫ്രെയിം വർക്കിൽ നിങ്ങൾക്കൊരു പ്രാവീണ്യം അല്ലെങ്കിൽ ഒരു അറിവ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യും. അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഡീഷണൽ പ്രിവിലേജ് അവർ ഒരു പക്ഷേ ഇൻ്റർവ്യൂവിലും ടെസ്റ്റിലുമൊക്കെ തന്നേക്കാം. അതായത് DOM മാനിപ്പുലേഷൻ പോലെയുള്ള ഏരിയകൾ, അതുപോലെ ഒബ്ജക്റ്റ് മോഡൽ, ഈ മേഖലകളിലൊക്കെ ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിരിക്കും. അതുപോലെ അവർ ആവശ്യപ്പെട്ടേക്കുന്ന ഒരു മസ്റ്റ് ഹാവ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല കഴിവ്, നല്ല അറിവുണ്ടായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മേഖല റിയാക്ട് JSൽ. ബേസിക്കലി ഇതൊരു JS ഡെവലപ്പർ ജോബ് ആയതുകൊണ്ട് തന്നെ റിയാക്ട് JSൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ ഫ്ലക്സ് പോലത്തെ ടെക്നോളജികളിൽ റിഡക്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള റിയാക്ട് JS വർക്ക് ഫ്ലോ മാനേജ്മെൻറ്റ് ടൂൾസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള കുറേ ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത് TML അല്ലെങ്കിൽ അതുകൂടാതെ CSS കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്, അതല്ലെങ്കിൽ JSX പോലെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള നോളജ് ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ ഗിറ്റ് പോലെയുള്ള ഈ കോഡ് വേർഷനിങ് ടൂൾസ് ഉപയോഗിച്ചുള്ളൊരു പരിചയം കൂടെ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾക്കൊരു നല്ല അവസരമാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ November 22 ആണ്. ഇവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അവരുടെ വെബ്സൈറ്റ് ലിങ്കിൽ കയറി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ആ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ടെക്നോ പാർക്ക് ഫേസ് 1 തന്നെയുള്ള തിരുവനന്തപുരത്തുള്ള മികച്ച ഒരു കമ്പനിയാണ്. നിങ്ങൾക്ക് ഈ കഴിവുകളൊക്കെ ഒന്ന് വളർത്തിയെടുത്ത് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ഒരു ഫ്രഷർ ആണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതിലൊക്കെ ഏതെങ്കിലും നല്ല ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ അവസരം നിങ്ങൾക്കുള്ളതായേക്കാം. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്യുക. ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ അപ്ഡേറ്റഡ് വീഡിയോസ്, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ വരും ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.